നമസ്കാരം. ഇന്ന് പരിശോധിക്കുന്ന വിഷയങ്ങൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പുറത്തുപോയാൽ എന്തൊക്കെ പൊല്ലാപ്പുകളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. 2. ഇപ്പോഴത്തെ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതുകൊണ്ട് മാത്രം നമ്മൾ സേഫ് ആണോ? 3. വോട്ടർ പട്ടികയുടെ പുറത്തു പോയവർക്ക് അകത്ത് കടക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? 4. എന്താണ് മാപ്പിംഗ്? എന്താണ് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി? ദിസ് ഈസ് ലീഗൽ പ്രിസം ലോ മേഡീസ്. ഇപ്പോൾ SIR പ്രവർത്തനം നടന്നു വരികയാണ്. SIR എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയാം. നമ്മുടെ രാജ്യത്തിപ്പോൾ ഒരു പൗരന് ഒരു വോട്ട് എന്ന ആശയമാണ് കടം കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒരാൾക്ക് ഒന്നിലധികം വോട്ട് ചെയ്യാവുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. സമ്പന്നർക്കും ജാതി ശ്രേണിയിൽ ഉയർന്നവർക്കുമായിരുന്നു ആ പ്രിവിലേജ്. ഇപ്പോൾ ഒറ്റ വോട്ട് മാത്രമേ അനുവദിക്കൂ. എന്നിരുന്നാലും പ്രത്യേക താല്പര്യമുള്ളവർ ഒന്നിലധികം വോട്ട് ചെയ്യാറുണ്ടത്രേ. അതിനായി പല പല സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ കടന്നുകൂടും. അവിടെയെല്ലാം വോട്ട് ചെയ്യും. അതുപോലെ മരണപ്പെട്ടവരുടെ വോട്ട് ചെയ്യും. പുറത്തു നിന്നുള്ളവർ നൈസായി വന്ന് വോട്ട് ചെയ്ത് മടങ്ങും. ഇങ്ങനെയുള്ള സൂത്രപ്പണികൾക്ക് തടയിടാനാണ് വോട്ടർ പട്ടിക സമഗ്രമായി പരിഷ്കരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നിർബന്ധിതമായത്. SIRന്റെ ഭാഗമായി ഇപ്പോൾ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതിനെതിരെ ഒബ്ജക്ഷനുകളും ക്ലെയിമുകളും ഉന്നയിക്കുന്നതിനുള്ള സമയമാണ് ഇപ്പോൾ കുറച്ചു പേർ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കുറച്ചു പേർ ASD ലിസ്റ്റിൽ ഉൾപ്പെട്ട് പുറത്തു പോകുകയും ചെയ്തു. ASDക്കാരുടെ വിവരം പിന്നീട് പറയാം. ഇപ്പോൾ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരെല്ലാം സേഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. കാരണം അവരുടെ പേരും ഒബ്ജക്ഷനിൽ തള്ളിപ്പോകാം. അതെ, തർക്കം വന്നാൽ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരും തള്ളിപ്പോകാം. ആരാണ് അത്ര വലിയ ഒബ്ജക്ഷൻ ഉന്നയിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ഒബ്ജക്ഷൻ ഉന്നയിക്കുന്നത്. അതിനെയാണ് അൺമാപ്പിംഗ് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്നത്. മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വോട്ടറുടെ വേരുകൾ കണ്ടെത്തുകയാണ്. അയാൾ ഇന്ത്യൻ മണ്ണിൽ വേരുള്ളയാളാണ് എന്ന് തെളിയിക്കുക. അത് തെളിയിക്കേണ്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ വോട്ടർ തന്നെയാണ് തെളിയിക്കേണ്ടത്. അതൊക്കെ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമല്ലേ, BLOയുടെ ഉത്തരവാദിത്തമല്ലേ എന്നൊക്കെ ചോദിക്കുന്നവർ ഉണ്ട്. നിയമത്തിൽ അങ്ങനെയല്ല. സിവിൽ റൈറ്റുകൾ തെളിയിക്കേണ്ടത് പൗരൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ പോളിംഗ് പ്രദേശത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഉദ്യോഗസ്ഥനുണ്ട്. BLO എന്നാണ് പറയുക, ബൂത്ത് ലെവൽ ഓഫീസർ. അദ്ദേഹം നമ്മുടെ സിവിൽ റൈറ്റുകൾ നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കും. ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ നമുക്കെതിരെ ആക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കുമല്ല, കുറച്ച് കേസുകളിൽ. നോൺ മാപ്പിംഗ് ആൻഡ് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസീസ്. നോൺ മാപ്പിംഗ് വിഭാഗത്തിൽ കുറച്ചാളുകൾ ഉണ്ട്. അവരെ വോട്ടർമാരായി പരിഗണിച്ചിട്ടുണ്ട്, കരട് പട്ടികയിലുണ്ട്. പക്ഷേ അവരുടെ വേരുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ പൂർവികരുടെ വിവരം ഇലക്ഷൻ കമ്മീഷന്റെ രേഖകളുമായി റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം വോട്ടർമാരെ സ്വീകരിക്കാൻ കഴിയില്ല. അവരെ ശുദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പോഴത്തെ വിവരമനുസരിച്ച് ഈ വരുന്ന ഫെബ്രുവരി മാസം 21-നാണ് അന്തിമ വോട്ടർ പട്ടിക നിലവിൽ വരുന്നത്. ശുദ്ധീകരിച്ച സംശുദ്ധമായ വോട്ടർ പട്ടിക. അതിൽ തർക്കരഹിതമായി പ്രഖ്യാപിച്ച വോട്ടർമാരെയാകും ഉൾപ്പെടുത്തുക. ആ പോളിംഗ് പ്രദേശത്ത് സ്ഥിരതാമസമില്ലാത്തവരെയും മാപ്പിംഗ് ചെയ്യാൻ കഴിയാത്തവരെയും ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി ഉള്ളവരെയും ലിസ്റ്റിൽ തുടരാൻ അനുവദിക്കില്ല. ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ റീസണിംഗ് ടെസ്റ്റിൽ പരാജയപ്പെട്ടവരെ പുറത്താക്കും എന്ന്. റീസണിംഗ് ടെസ്റ്റ് എന്ന് വെച്ചാൽ യുക്തി പരിശോധന. ഉദാഹരണമായി, ഒരാളുടെ പേര് വിജയൻ എന്നാണ്, പിതാവിൻ്റെ പേര് തിലകൻ എന്നാണ്, വയസ്സ് 45. ഇതേ പേരിൽ മറ്റൊരാൾ, പിതാവിൻ്റെ പേര് തിലകൻ, വയസ്സ് 45. അങ്ങനെ ഒരാൾ മറ്റൊരു പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ തർക്കം ഉന്നയിക്കും. അതാണ് യുക്തി പരിശോധനയിലെ തർക്കം. ഇതുപോലെ ഒരേ ഫോട്ടോ ഒന്നിലധികം സ്ഥലത്ത് വന്നാലും യുക്തി പരിശോധന നടത്തും. ഫേസ് ഡിറ്റക്ഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത്തരം യുക്തി പരിശോധന നടത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ യുക്തി പരിശോധനയിൽ പരാജിതരായവർക്ക് എന്തെങ്കിലും റെമഡി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ക്ലെയിം ഉന്നയിക്കാം എന്നാണ് ഉത്തരം. ക്ലെയിം ഉന്നയിക്കുന്നതിന് സമയപരിധി ഉണ്ട്. അത് ഈ മാസം 22 വരെ ആയിരുന്നു. അത് സുപ്രീം കോടതി ഇടപെട്ട് ഈ മാസം 30 വരെ നീട്ടിയിട്ടുണ്ട്. 30-ന് മുൻപ് ക്ലെയിം ഉന്നയിച്ച് തെളിവ് നിരത്തി വീണ്ടും വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കണം എന്നാണ്. ഇതിൻ്റെ വല്ല ആവശ്യവുമുണ്ടോ? രാഷ്ട്രീയക്കാർക്ക് വോട്ട് കിട്ടാനല്ലേ, നമുക്കെന്താണ് പ്രയോജനം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ചെറിയ വിഭാഗം നമ്മുടെ ഇടയിലുണ്ട്. അത്തരം ചിന്താഗതിയുള്ളവർ ഇനി പറയുന്നതൊന്ന് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുതിയ റിസർവ് ബാങ്ക് ഗൈഡ് ലൈൻസ് പ്രകാരം
വോട്ടേഴ്സ് ഐ ഡി ഒരു കംപ്ലീറ്റ് KYC രേഖയായി പൊതുമേഖലാ ബാങ്കുകൾ സ്വീകരിച്ചു തുടങ്ങി. കാരണം ഇപ്പോഴത്തെ വോട്ടേഴ്സ് കാർഡ് KYC കഴിഞ്ഞ് വരുന്നതാണ്. ചില ബാങ്കുകൾ വോട്ടേഴ്സ് ഐ ഡി ഇല്ലാത്തവർക്ക് വായ്പാ സേവനം നിഷേധിക്കുന്നതായും അറിയുന്നു. ഇത് വോട്ടേഴ്സ് ഐ ഡിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. പോലീസ് സേവനങ്ങൾക്കും പാസ്പോർട്ട് സേവനങ്ങൾക്കും ഇപ്പോൾ തന്നെ വോട്ടേഴ്സ് ഐ ഡി കമ്പൽസറി ആയിരിക്കുകയാണ്. ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തോടൊപ്പം വരുന്ന പുതിയ ഒരു പ്രോഗ്രാമാണ് സെൻസസ്. 2027 മാർച്ച് 1 സെൻസസ് റെഫറൻസ് ഡേറ്റായി നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പ്രീ ടെസ്റ്റ് നടന്നു വരികയാണ്. സെൻസസിൽ ഓരോ പൗരൻ്റെയും കൃത്യമായ കണക്കെടുപ്പായിരിക്കും നടത്തുക. സാമ്പത്തിക കണക്കെടുപ്പ് ഉണ്ടാകും. ജാതി സെൻസസും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ പൗരന്മാരുടെ കൃത്യമായ കണക്കുകൾ സർക്കാരിൻ്റെ കൈവശം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് പൗരാവകാശങ്ങളെല്ലാം സർക്കാരിൻ്റെ കൈവശമുള്ള കണക്കുകൾ പ്രകാരമായിരിക്കും. വോട്ടേഴ്സ് ഐ ഡി പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു രേഖയാണെന്ന് നമുക്കറിയാം. കാരണം പൗരത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ആ രേഖ നൽകുന്നത്. വോട്ടേഴ്സ് ഐ ഡി ലഭിക്കാൻ അർഹതയുള്ളവർ ഇന്ത്യൻ പൗരനായിരിക്കണം എന്നതാണ് അടിസ്ഥാന നിയമം. അങ്ങനെ വരുമ്പോൾ പൗരത്വ രേഖയായി വോട്ടേഴ്സ് ഐ ഡി ഉപയോഗിക്കാവുന്ന കാലം വിദൂരമല്ല. മറ്റൊരു വസ്തുത നേരത്തെ പറഞ്ഞ മാപ്പിംഗ് സമ്പ്രദായമാണ്. രാഷ്ട്രം നമ്മളെ മാപ്പ് ചെയ്യുന്നത് നമ്മുടെ പൂർവികരുടെ വിവരം പരിശോധിച്ചാണ്. നമ്മുടെ പൂർവികർ ജനാധിപത്യ ബോധമുള്ളവരായിരുന്നതുകൊണ്ടും അവർക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നതുകൊണ്ടുമാണ് നമുക്ക് ഈസിയായി പ്രോജനി തെളിയിച്ച് മാപ്പ് ചെയ്യാൻ കഴിഞ്ഞത്. നമ്മൾ ജനാധിപത്യ ബോധമില്ലാത്തവരായി വോട്ടർ പട്ടികയിൽ പേര് വേണ്ട എന്ന നിലപാടിൽ മുന്നോട്ടു പോയാൽ അതിൻ്റെ പരിണിതഫലം അനുഭവിക്കുന്നത് നമ്മുടെ അടുത്ത തലമുറയിൽപ്പെട്ടവരായിരിക്കും. അവർക്ക് അവരുടെ പിതാവിൻ്റെയോ പിതാമഹൻ്റെയോ വിവരം നൽകാൻ കഴിയാതെ വരും. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം ഇപ്പോൾ തന്നെ നിറവേറ്റണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അവസാന തീയതി ജനുവരി 30 ആണ്. നോൺ മാപ്പിംഗ് വിഭാഗത്തിലുള്ളവർക്ക് ഇതിനോടകം ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ടാകും. അവർ ഹിയറിംഗിൽ പങ്കെടുത്ത് തെളിവ് നൽകി വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കണം. പേരിലെ പിശകുകൾ കൊണ്ടും മറ്റ് വിവരങ്ങൾ നൽകിയതിലെ പിശകുകൾ കൊണ്ടും ലോജിക്കൽ ഡിസ്ക്രിപ്പൻസിയിലേക്ക് വന്നവർ BLOയുമായി സഹകരിച്ച് പരിഹാരം കാണണം. മാപ്പ് ചെയ്യാൻ കഴിയാതെ വോട്ടർ പട്ടികയ്ക്ക് പുറത്തു പോയവർ ക്ലെയിം ഉന്നയിക്കുന്നതിന് ഫോറം 6 അപേക്ഷ നൽകി ക്ലെയിം ഉന്നയിക്കണം. ASD ലിസ്റ്റിലുള്ളവർക്ക് ഇപ്പോൾ ക്ലെയിം ഉന്നയിക്കാനാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ അന്തിമ വോട്ടർ പട്ടിക വന്ന ശേഷം ഫോറം 6 നൽകി പുനഃപ്രവേശിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്. സംശയ നിവാരണത്തിനായി 1950 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് സംശയ നിവാരണം നടത്താവുന്നതാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മിക്കവർക്കും അറിയാവുന്നതാണ്. എന്നിരുന്നാലും അറിയാത്ത ചിലരുണ്ട്. അവരുടെ അറിവിലേക്ക് പറയുന്നതാണ് ഇത്. വീഡിയോ ഷെയർ ചെയ്ത് സഹായിച്ചാൽ സന്തോഷം. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേഡ് ഈസി.